ഭാരതമുള്ള കാലം വരെ നമ്മൾ പഹൽഗാം ഭീകരാക്രമണം മറക്കില്ല. നമുക്ക് നേരിട്ടിട്ടുള്ള ഒരു ഭീകരാക്രമണങ്ങളും നമ്മൾ മറക്കാൻ പോകില്ല. അതിപ്പോൾ മുഗളന്മാരുടേതായിക്കൊള്ളട്ടെ, ബ്രിട്ടീഷുകാരുടേതായിക്കൊള്ളട്ടെ, പാകിസ്ഥാനിൽ നിന്ന് വന്നതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. ഇപ്പോഴിതാ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് ദേശീയ അന്വേഷണ ഏജൻസി അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും പണവും ജമ്മു കശ്മീരിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിച്ചിരുന്നതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ബാരാമുള്ള ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോലും സുരക്ഷാ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്തരം ഡ്രോപ്പുകൾ നടന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. അതിനിടെയാണ് ആക്രമണത്തിന് പിന്നിലെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തുവന്നത്. അന്വേഷണ രേഖകൾ പ്രകാരം ആക്രമണ സംഘം മാസങ്ങളോളം വിവിധ മലനിരകളിലൂടെയും ജനവാസ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചരിച്ചെങ്കിലും സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. 2022 മുതൽ 24 വരെയുള്ള കാലയളവിൽ മനുഷ്യ രഹസ്യാന്വേഷണ ശൃംഖല ദുർബലമായതാണ് ഭീകരരുടെ നീക്കങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിൽ തിരിച്ചടിയായതെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതുവഴി ആയുധങ്ങളും സാമ്പത്തിക സഹായവും വലിയ തടസ്സങ്ങളില്ലാതെ കൈമാറാൻ സാധിച്ചുവെന്നാണ് നിഗമനം. നിയന്ത്രണ രേഖയിൽ ഉടനീളമുള്ള പരമ്പരാഗത നുഴഞ്ഞുകയറ്റ മാർഗങ്ങൾക്ക് പകരം ഡ്രോണുകളെ ആശ്രയിച്ചുള്ള പുതിയ തന്ത്രമാണ് ഭീകര സംഘങ്ങൾ സ്വീകരിക്കുന്നതെന്നും അന്വേഷണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വനമേഖലകളിലും ഉയർന്ന പ്രദേശങ്ങളിലുമാണ് ആയുധങ്ങളും പണവും എത്തിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.